ഒരുപാട് ബുദ്ധിമുട്ടിലും സങ്കടങ്ങളിലും ഒറ്റപ്പെടലിലൂടെ വന്നതുകൊണ്ട് എനിക്ക് സ്ത്രീകൾ അങ്ങനെ അനുഭവിക്കുന്ന കാണുമ്പോൾ ദൈവമൊന്നും ഇല്ലെന്നുള്ളൊരു ജീവിതമായിരുന്നു. ഞാൻ ഇത്ര ദുഃഖിച്ചിട്ട് ഒരു ഈശ്വരനെ കാണുന്നില്ല, എൻ്റെ മൈൻഡിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഒരു വട്ടം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുമുണ്ട്. ഒരു ഭർത്താവിൻ്റെ സ്നേഹവും സംരക്ഷണവുമാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ വിലപ്പെട്ട നിധി. പണമൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കണം, അവർ നിനക്ക് അവരുണ്ട്, അവർക്ക് നീയുണ്ട്, ഇവർ രക്ഷപ്പെടും, നീ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞൊരു പ്രചോദനം വെറുതെ തന്നാൽ മതിയായിരുന്നു. ഒന്നുമില്ലാത്ത പിള്ളേരോട് എന്നും ഒരു പാഷ്വാലിറ്റി പണ്ടത്തെ അധ്യാപകർക്ക് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഗുരുവായൂരപ്പ കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്ന നിങ്ങളാരാണ്? ഞങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഗ്രൂപ്പിലുള്ളവരാണെന്ന് ഒരു സ്ത്രീ. എൻ്റെ ജീവിതവുമായിട്ട് കറക്റ്റായിട്ട് ഒരു സാമ്യമുള്ളൊരു കഥാപാത്രമാണ് നവ്യ. അതിൽ ഒരു സ്ത്രീക്ക് എപ്പോഴും പുരുഷൻ്റെ സപ്പോർട്ട് കിട്ടണമെന്ന് ഫെമിനിസം ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ള സെലിബ്രിറ്റി തന്നെയാണ്. ഈ സെലിബ്രിറ്റിക്ക് പ്രത്യേകത ഉണ്ട്. നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ട് ഇവരുടെ യൂട്യൂബ് ചാനൽ ഞാൻ സെർച്ച് ചെയ്തപ്പം സാധാരണ ഒരു സ്ത്രീകൾ യൂട്യൂബ് ചാനൽ വന്നാൽ കമൻറ്റുകൾ വായിക്കാറുണ്ട്. എനിക്കൊക്കെ ഭയങ്കര കമൻറ്റ് കിട്ടുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കണ്ട് കമൻറ്റുകൾ ഒരു നെഗറ്റീവ് കമൻറ്റ് അപ്പോൾ ഞാൻ ചിന്തിച്ച് ഈ പുരുഷന്മാരൊക്കെ എവിടെ പോയി കിടക്കുകയാണ്. പക്ഷെ അങ്ങനെ തേടി ഞാൻ ഇവരുടെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ അവിടെ വെച്ച് ഒരു പുസ്തക പ്രകാശനം നടത്തി. അതോടുകൂടി അതിൻ്റെ റീച്ച് വേറെ ലെവലിലേക്ക് എത്തി. അത്തരമൊരു സെലിബ്രിറ്റിയെ തേടിയുള്ള യാത്രയിൽ ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നു. പേരാണ് ഏറ്റവും കൗതുകം, സിംഗിൾ ബോബൻ. സിംഗിളല്ല, ഡബിളാണ്, ഹസ്ബൻഡുണ്ട്. ആ പേര് തൊന്ന് നമുക്ക് തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. എനിക്കൊക്കെ യൂട്യൂബിൽ എന്ത് കമൻറ്റാണ് വരുന്നതെന്ന് അറിയോ? എന്തൊരു നെഗറ്റീവ് കമൻറ്റ് വരാത്തത് അറിയത്തില്ല. ജനങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടമായിരിക്കും. ഇത് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. സ്ത്രീകൾക്കാണ് കൂടുതൽ. അതല്ലേ? അവർക്കൊരു മോട്ടിവേഷൻ പകർന്നു കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം എൻ്റെ ജീവിതം വെച്ച് ഞാൻ പറയുന്ന വാക്കുകൾ അവർക്കൊരു പക്ഷേ ഹൃദയസ്പർശിയായിട്ടായിരിക്കാം. പല രീതിക്കുള്ള വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ നമ്മൾ തുറന്നു പറയുകയാണ്. ഞാൻ കുറേ വീഡിയോ കണ്ടപ്പം നമ്മൾ എന്തൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു ആ വീഡിയോകൾ പറയുന്നു. ഇത് ഒരു പ്രത്യേക കഴിവ് അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, പെട്ടെന്ന് ചെയ്യുകയാണോ? ഒന്നുമല്ല, വീട്ടിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ പിടിക്കുന്നത്. ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ. ജസ്റ്റിൻ്റെ മോൻ ആങ്ങളെ വരുന്ന ഒരു മീൻകറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മത്തിയൊക്കെ വറക്കുന്ന ഒരു മീൻകറി. ഇങ്ങനത്തെ ഫുഡ് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് വേണ്ട പ്രചോദനം കൊടുക്കുന്ന വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ഇപ്പം ഞാൻ ഈ കൊറോണ സമയത്തൊക്കെ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ പിള്ളേർ പറഞ്ഞു, അമ്മ എന്ത് പറയും അമ്മ ആളുകൾ എന്ത് പറയും, കമൻറ്റ് അമ്മ ചിലപ്പോൾ തകർന്നു പോകും കമൻറ്റ് കേട്ടാൽ, അതുകൊണ്ട് അമ്മ ഇത് വേണ്ടെന്ന് പറഞ്ഞ് അവർ നിരുത്സാഹപ്പെടുത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കിത് തന്നെ ചെയ്യണം എല്ലാവരുടെയും കാണുമ്പോൾ എനിക്കും ഇങ്ങനെ ആയാലും എന്താണെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ അങ്ങനെ ബോബനാണ് എനിക്ക് അതിനുള്ള പ്രചോദനം തന്നത്. ബോബൻ്റെ സപ്പോർട്ടിലായിരുന്നെങ്കിൽ ബോബൻ നീ എന്ത് വേണം, ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ ഓപ്പണായിട്ട് പറയും. കാരണം നമ്മൾ കള്ളം പറഞ്ഞാൽ പിന്നീട് സത്യം തുറന്ന് പിന്നെ പറയുമ്പോൾ ആളുകൾക്ക് നമ്മളിലൊരു മിസ്റ്റേക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ ഉള്ളത് എന്ത് മറയ്ക്കാനാണ് എന്നോർത്തിട്ട് എല്ലാം പറയുമായിരുന്നു. ജീവിതത്തിൽ അനുഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു നല്ല ഞാൻ ഒരുപാട് ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് ഞാൻ വന്നത്, ഒന്നുമില്ലാത്തൊരു ദാരിദ്ര്യത്തിൽ നിന്നാണ് കടന്നു വന്നത്. പക്ഷേങ്കിൽ പിന്നെ ഇപ്പോൾ എനിക്ക് നല്ലൊരു ജീവിത സാഹചര്യമാണ്, സാമ്പത്തികമായി എല്ലാം മറ്റെല്ലാ തരത്തിലും. ബോബൻ കാരണം എനിക്ക് നല്ലൊരു സാമ്പത്തിക നിലയിലാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് പറയാതിരിക്കാം, ആ ജാടയിൽ എങ്ങനെ കഴിയാം. പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ റിയലായിട്ടൊരാളാകാതെ ഒരു അഭിനയിക്കുന്ന പോലെ തോന്നത്തില്ലെന്ന് എനിക്ക് തോന്നും. അപ്പോൾ നമ്മൾ പഴയ മറന്നതുപോലെ. അപ്പോൾ അതുകൊണ്ടൊരു ഇപ്പം ഞാൻ അത് മറക്കാതെ പറയുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് ഇപ്പം തകർന്നിരിക്കുന്നവർ ഒന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അപ്പോൾ അയ്യോ സിംഗിൾ ബോബൻ ഇത്ര തകർച്ചയെന്ന് വന്നിട്ടാണ് ഇത്ര ബോൾഡായിട്ടിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ എന്നും നമ്മൾ ഒരേ നിലയിൽ സാമ്പത്തികമായി തകർന്ന് കിടക്കത്തില്ലെന്ന് തകർന്ന് കിടക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴേ അവർക്ക് ജീവിച്ച് മുന്നോട്ട് വരാനുള്ള പ്രചോദനമാകത്തുള്ളൂ. അതാണ് കറക്റ്റായിട്ട് എൻ്റെ വീഡിയോ. ഏത് തളർവാദം വന്ന് കിടക്കുന്നവനും ഒരു ജീവിക്കാൻ ഒരു ആശ കിട്ടണം, ഒരാഗ്രഹം, എനിക്ക് ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ അവന് കൊടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അവർ എഴുന്നേറ്റ് വരും. എന്നെപ്പോലെ എൻ്റെ വീഡിയോകൾ ആദ്യം മുതൽ കണ്ടാൽ മനസ്സിലാകും ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന്. A to Z ഹരിശ്രീ മുതൽ ഞാൻ എല്ലാം പറയുന്നുണ്ടായിരുന്നു. എൻ്റെ എഴുതിയത് ബുക്ക് എഴുതിയതും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതായത് ആരൊക്കെ അവഗണിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നമ്മൾ ബാക്കിലോട്ട് മാറിയാൽ മാത്രമേ നമ്മൾ ബാക്കിൽ പോകത്തുള്ളൂ. നമ്മുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്, അതുമായിട്ട് നമ്മൾ മുന്നേറാൻ തയ്യാറായ ആർക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ താഴെ വീണത് എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കണം, അല്ലാതെ അവരെ ഇവരെയും ചൂണ്ടിക്കാട്ടിയിട്ട് അവരെ ഇവരുടെയും കുറ്റം പറഞ്ഞു നമ്മൾ സ്വയം വിലയിരുത്തുക. അതാണ് എൻ്റെ വീഡിയോ, എൻ്റെ ബുക്ക്, എൻ്റെ ജീവിതം തന്നെ അതാണ്.
അല്ല ആ പുസ്തകത്തിൽ കുറേ ഭാഗങ്ങളുണ്ട്. അതിൽ വന്ന വഴികൾ മറന്നിട്ടില്ല, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ പുസ്തകത്തിൽ ഏറ്റവും എനിക്ക് കൊണ്ടത് ചെരുപ്പിൻ്റെ കഥയൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. അതെൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ പതിച്ചാണ്. അത്രയും ഒരു സാഹചര്യമായിരുന്നു മേഡത്തിൻ്റെ അല്ലേ. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ആ സാഹചര്യം ഒന്ന് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു മനസ്സ് അലട്ടില്ലേ? അതെ അതെ, സത്യം. ബാക്കിലോട്ട് പോകുമ്പോൾ പക്ഷേ അതാണ് പറഞ്ഞത്, നമുക്ക് അത്ര അനുഭവം കിട്ടിയതിന് നമ്മൾ ഓരോന്ന് പഠിച്ച് മുന്നേറുക ആണ്. ഇപ്പം ഞാൻ പറയട്ടെ, അലി എന്നല്ലേ പേര്, അലി, നമുക്കൊരു അനുഭവം കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും തകർന്നു പോലും. ഒരു പാഠം നമ്മൾ ഇതുകൊണ്ട് പഠിച്ചു. ഇപ്പോൾ സാമ്പത്തികം ഉള്ളപ്പോൾ ആരുണ്ടായിരുന്നു, സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ ആരൊക്കെയുണ്ട്. അപ്പോൾ സാമ്പത്തികം ഉള്ളപ്പം ഉള്ളവർ ചിലപ്പോൾ സാമ്പത്തികം ഇല്ലാഞ്ഞ കാലത്ത് ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ നമ്മളവരെ പഴിക്കുകയൊന്നും വേണ്ട. നമ്മളെ എന്തെങ്കിലും ഈ പ്രകൃതിക്ക് പഠിപ്പിക്കാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതി ശരിയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മളെ സഹായിച്ചവരെ പിൽക്കാലത്ത് നമ്മൾ വലിയ നിലയിലായി കഴിയുമ്പോൾ ഒരിക്കലും ചിലപ്പോൾ ആ സഹായിച്ചവർക്ക് നമ്മളിൽ നിന്നൊരു സഹായം എത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ അവർ പറയും, അയ്യോ ഇവൾക്ക് അന്ന് ഞാനാണ് സഹായം ചെയ്തത്, പക്ഷേ അവൾ ഇന്ന് ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല, നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കും അവരിലേക്ക് നമ്മൾ എത്താത്തത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പം പഴയതിനെ മറക്കരുത്. ഇതാണ് ഞാൻ പറയുന്നത്. പഴയത് ഓർമ്മയിലുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള പടികൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ. മനസ്സിൽ ഏറ്റവും വിഷമം തോന്നുന്ന പഴയ കാലം ഏതായിരിക്കും? ബാല്യകാലം തന്നെ, ഒറ്റപ്പെടൽ. പിന്നെ ഈ അതായത് ഫസ്റ്റ് മാരേജ് സെക്കൻഡ് മാരേജാണ് ഇത് കേട്ടോ. ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ടുള്ള ജീവിതം, നമ്മളിപ്പോൾ ഒരു ദുരിതവും മാതാപിതാക്കളില്ലാത്ത കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് വന്നതിന് ശേഷം ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സുരക്ഷിതത്വം കിട്ടും, ജീവിതം നല്ലതാവും എന്ന് ഓർത്തായിരിക്കും നമ്മൾ കല്യാണം കഴിക്കുന്നത്. അതിൽ നിന്ന് 2 കുട്ടികളായി ജീവിതത്തിന് നമ്മൾക്ക് സ്നേഹം കിട്ടുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ താഴത്തോട്ട് പോകും. ഒരു ഭർത്താവിൻ്റെ സ്നേഹവും സംരക്ഷണവുമാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ വിലപ്പെട്ട നിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണമൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. എത്ര പണമില്ലെങ്കിലും ഭർത്താവ് വന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് മോളെ എൻ്റെ ഇവിടെ ഞാനുണ്ട് എന്ന് പറയുന്നതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്. നമുക്ക് വയ്യാതിരിക്കുമ്പോഴും നമ്മൾ എന്തെല്ലാം സാഹചര്യം ഒരു സ്ത്രീ നേരിടുന്ന ആ സമയത്തെല്ലാം ഭർത്താവ് പണമൊന്നുമല്ല, കയ്യിൽ പിടിച്ചിട്ട് നിൻ്റെ കൂടെ ഞാനുണ്ട്, എന്ത് വന്നാലും ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ഒരുമിച്ച് എന്ന് പറയുന്നൊരു ഞാൻ ആഗ്രഹിക്കുന്ന ഭർത്താവ് അങ്ങനത്തെയാണ്. ഒരു പുരുഷൻ്റെ സപ്പോർട്ട് അങ്ങനത്തെയാണ് എനിക്ക് കിട്ടേണ്ടത്. ബോബനിൽ നിന്ന് അത് ഇപ്പം കിട്ടിയത് കൊണ്ട് ഞാൻ സംതൃപ്തയാണ്. അന്നത് കിട്ടാഞ്ഞത് കൊണ്ട് ബാല്യത്തിലും ഒറ്റപ്പെട്ടു പോയി. സെക്കൻഡ് മാരേജ് ഞാനൊരു മാരേജ് ചെയ്തിട്ട് എനിക്ക് അവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ മുന്നോട്ട് വന്ന് ഇങ്ങനൊരു ജീവിതം വരുമെന്നൊക്കെ ഒരു യാന്ത്രികമായി ഇങ്ങനെ സംഭവിച്ചു പോയി. ജീവിതം അവസാനിപ്പിക്കുന്നു തോന്നിയിട്ടുണ്ട്. ഒരു വട്ടം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുമുണ്ട്. 9 ദിവസം കഴിഞ്ഞ് എനിക്ക് ബോധം വീണത്. അങ്ങനെ മാരേജ് കഴിഞ്ഞിട്ടാണല്ലോ അങ്ങനെ മാരേജ് കഴിഞ്ഞിട്ട് 2 കുട്ടികളുള്ളപ്പോൾ മുന്നോട്ട്. അപ്പോൾ പിന്നോട്ട് ഇപ്പോൾ ഈ മോട്ടിവേഷൻ ചെയ്യുന്നതല്ല, അന്നൊന്ന് തിരിഞ്ഞു നോക്കില്ല, എൻ്റെ 2 കുട്ടികളുണ്ടല്ലോ എന്ന് ചിന്തിച്ചില്ല ആത്മഹത്യക്ക് തുനിഞ്ഞപ്പോൾ? അന്ന് ഭയങ്കര സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ഇളയ കുട്ടിക്ക് ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡെയിലി മരുന്നൊക്കെ മേടിച്ചു കൊടുക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഓർത്ത്. കാരണം ബന്ധുക്കൾ, ആൾക്കാർ, സുഹൃത്തുക്കൾ എല്ലാം നമ്മൾ അകന്നു പോകും നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം. അതുകൊണ്ട് തന്നെ ഇന്ന് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് എന്ത് കൊടുത്ത് സഹായിക്കാൻ പറ്റും അത് സഹായിക്കണമെന്നൊരു മൈൻഡ് നമുക്ക് തോന്നും. ഒരാളുടെ വിഷമം കണ്ടാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. കൂടെയുള്ള ഒരാളുടെ മുഖം വാടി എനിക്ക് മനസ്സിലാവും. ഇവർക്ക് എന്തെങ്കിലും നമ്മളത് അനുഭവിച്ച് വന്നതുകൊണ്ട് അതൊക്കെ ഒരു നല്ലതായിട്ട് തന്നെ ഇന്ന് കരുതുന്നത്. 9 ദിവസം ബോധമില്ലാതെ കിടന്നിട്ടുണ്ട്. ആരാണ് നോക്കിയത്? സുഹൃത്തുക്കളാണ് നോക്കിയത്. ബന്ധുക്കളും ആൾക്കാരും. ബന്ധുക്കളില്ല, ആരുമില്ല. എൻ്റെ 2 കുഞ്ഞുങ്ങളും സുഹൃത്തുക്കളായിട്ടുള്ളവരാണ് നോക്കിയത്. എനിക്ക് അതൊന്നും പറയണമെന്ന് തോന്നുന്നു. എങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനോടെ കടന്നാണ് ഞാനിവിടെ എത്തിയത്. പിന്നീട് ചിന്തിച്ചോ അത് വേണ്ടായിരുന്നു? പിന്നെ ഇപ്പം ഞാനിപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും പറഞ്ഞു ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കരുത്. നമ്മൾ അന്നൊന്നും ഒരാൾ വിളിച്ചിരുന്നെങ്കിൽ ആത്മഹത്യ ഉറപ്പായിട്ട് നീ വിഷമിക്കലടി, മുന്നോട്ട് പോകും. ഇത്രയും 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കണം. നിനക്ക് അവരുണ്ട്, അവർക്ക് നീയുണ്ട്, ഇവർ രക്ഷപ്പെടും, നീ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞൊരു പ്രചോദനം വെറുതെ തന്നാൽ മതിയായിരുന്നു. അപ്പോൾ ആരും ഇല്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് അത് ചെയ്യാൻ തോന്നിയത്. ഒറ്റപ്പെടലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. ഒറ്റപ്പെടൽ തന്നെയാണെന്ന് ഞാൻ പറയും. ആ ഒറ്റപ്പെടലുള്ള യാത്ര പിന്നീട് അങ്ങ് തുടരുകയാണ്. ഇപ്പോൾ വളരെ സംതൃപ്തിയായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? ഞാൻ വീണ്ടും ചോദിക്കുന്ന ആത്മഹത്യയുടെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. നമ്മൾ ആ ഒറ്റപ്പെട്ട ആത്മഹത്യയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ ചോദിച്ചത് 2 കുട്ടികളുണ്ട്, ഒരാളെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മളന്ന് ആത്മഹത്യയിൽ നിന്ന് ഒഴിവാവും. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് സമൂഹത്തിൽ, ഒത്തിരി ഉണ്ട്. ഞാൻ എൻ്റെ വാട്സപ്പിൽ 5 ഫോണിലാണ് എനിക്ക് വാട്സപ്പ്. ഈ 5ലും സാധാരണക്കാരായ ഏറ്റവും താഴേക്കുള്ള 12 മണിക്ക് രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ബോവനോട് പറയും ഇത്ര രാത്രി നീ ഫോൺ എടുക്കണം. പക്ഷെ അവരൊരു പക്ഷേ എന്നോട് ആ സങ്കടം എന്ന് പറഞ്ഞൊരു സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ എടുക്കും.
കാരണം ഞാൻ ഇതേപോലൊരു ഘട്ടങ്ങളിലൂടെ ഉറങ്ങാത്ത രാത്രിയുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ആരെങ്കിലും ഒരു സമാധാനം പറഞ്ഞു തന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എടുക്കും ഞാൻ ഫോൺ, ആശ്വാസവാക്കുകൾ കൊടുക്കും, അവർക്ക് ധൈര്യം കൊടുക്കും. ഇപ്പോൾ ഒരു ക്യാൻസർ വന്നിട്ടൊക്കെ ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞിടെ തന്നെ ഒരു കുട്ടി, പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ ആയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തകർന്നു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, തകരില്ല, നമ്മളൊരു ഗർഭം ധരിക്കുന്നത് പോലെ നീ ഇതിനെ കാണണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം കീമോ ഒക്കെ എടുക്കുമ്പോൾ ഛർദ്ദിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 6 മാസം അല്ലെ 8 മാസം, അതുകൊണ്ട് നീ രോഗത്തിൽ നിന്ന് പൂർണ്ണം, നമ്മൾ ചികിത്സിക്കുമല്ലോ, ഏറ്റവും നല്ല സ്ഥലത്ത് ചികിത്സ കൊടുക്കുന്നത്, നീ അതിനെ മറികടക്കാൻ 6 മാസം സമയം കൊടുക്കുക. നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നു അതെല്ലാം അനുഭവിച്ച ഒരു കുട്ടിയെ, പൂർണ്ണ ഗർഭിണിയെ പ്രസവിക്കുന്ന സമയം കൊണ്ട് ഈ രോഗം തീരും. നീ പ്രാർത്ഥിക്കുകയും ചെയ്യുക. നന്നായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം നോക്കണം. ഭർത്താവ് വെള്ളം എടുത്ത് തന്നില്ല, ഭർത്താവ് ഫ്രൂട്ട്സ് എടുത്ത് തന്നില്ല, മക്കളെടുത്ത് തന്നില്ല, ബന്ധുക്കളെടുത്ത് തന്നില്ല എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് പറയാതെ നമ്മളെ ശക്തിപ്പെടുത്താൻ നമ്മൾ തന്നെ നല്ല ഫുഡൊക്കെ കഴിച്ച് റെഡിയാകാൻ പറഞ്ഞ് ഡെയിലി മെസ്സേജ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ആ കുട്ടി അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് എന്നോടൊരു അമ്മയെപ്പോലുള്ള സ്നേഹമാണ്. അപ്പം അങ്ങനെ ഒരാളല്ല കേട്ടോ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് അങ്ങനത്തെ ഫലമുണ്ട്, എന്നെ കൊണ്ട് അങ്ങനത്തെ മറ്റുള്ളവർക്ക് ഫലം ഉണ്ടാകുന്നത് എനിക്കിഷ്ടം. തീർച്ചയാണ്. അത്തരം ഒരു ഫലം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾക്കാണ് അതൊക്കെ കിട്ടുന്നത്. അതെ, അതിൻ്റെ സൗഭാഗ്യം കിട്ടുന്നത് നമ്മുടെ കുട്ടികൾക്കെന്നാണ് നമ്മളെല്ലാം വിഷയം. നമുക്ക് കിട്ടുന്നു, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഇത്രയും നാളും ജീവിച്ചതും കുട്ടികൾക്ക് വേണ്ടിയാണ്. ആ കുട്ടികൾ പിന്നീട് ഏതെങ്കിലും സമയത്ത് ആദ്യത്തെ അച്ഛനുമായിട്ട് ഭർത്താവുമായിട്ട് പിരിയുന്നു. ആ സമയത്ത് കുട്ടികൾ ചെറിയ പ്രായമായിരിക്കും. പിന്നീട് കുട്ടികളുടെ അടുത്ത് ഈ കഥകൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടികൾ എൻ്റെ കൂടെ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ അച്ഛനായിട്ട് അവർക്ക് പിണക്കമൊന്നുമില്ല. അവരുടെ ജന്മം കൊടുത്ത അച്ഛനല്ല. ഞാൻ ഈ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങളുടെ അച്ഛനും അമ്മയും ആയിട്ട് ഒരുമിച്ച് ജീവിച്ച് സന്തോഷമായിട്ട് പോകാൻ ഒരു പക്ഷേ എനിക്ക് വിധിയില്ലാന്ന് നിങ്ങൾ വിചാരിച്ചു. നിങ്ങളെ ജന്മം തന്ന അച്ഛനെ ഒരിക്കലും തള്ളി പറയണ്ട. അച്ഛന് വേണ്ട. അതെങ്ങനെയാ മനസ്സ് വരുന്നു? അതെനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നതുകൊണ്ടായിരിക്കും. ഞാൻ വിശ്വസിക്കുന്ന മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത വല്ല കർമ്മങ്ങൾ, എൻ്റെ ആശ്വാസവും കൂടിയാണത്. കർമ്മങ്ങൾ ചെയ്തത് കൊള്ളാഞ്ഞുകൊണ്ടായിരിക്കും ഈ ജന്മത്തിൽ ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ അച്ഛൻ്റെ അടുത്ത് അവർ പോകും. ഇപ്പോൾ ഈ ഓണത്തിനൊക്കെ തന്നെ അവർ ഓണക്കോടിയൊക്കെ എടുത്തുകൊണ്ട് അച്ഛനെ കൊണ്ട് കൊടുത്ത്, അവർക്ക് അച്ഛൻ അസുഖം വന്നാൽ അവർ സഹായിക്കും, അച്ഛൻ്റെ കൂടെ നിൽക്കും. ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ തള്ളി പറഞ്ഞില്ല. എനിക്കതുകൊണ്ടൊരു ഫലമില്ല, എനിക്കത് വിധിച്ചിട്ടില്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. തള്ളി പറയുന്നില്ല, പോട്ടെ, എൻ്റെ കുട്ടികളുടെ അച്ഛനല്ല. തീർച്ചയായിട്ടും അങ്ങനെ. അതാണ് ആ ഒരു മനസ്സാണ് ഏറ്റവും വലുത്. അതെ. അപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ കുട്ടികൾ അച്ഛന് വയ്യെന്ന് പറഞ്ഞാൽ ബോബനോട് ഞാൻ പറയും, ഒന്ന് അവരെ വണ്ടിയിൽ അങ്ങോട്ട് ആക്കി കൊടുക്കുമെന്ന് പറയും. ഇപ്പോൾ രാത്രിയിലൊക്കെയാണ് അവർ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ബോബനായിരിക്കും വൈകുന്നേരം എടുത്തുകൊണ്ട് വരുന്നത്. നമ്മൾ കുറച്ച് നാൾ ഇവിടെ ജീവിച്ചിട്ട് പോകേണ്ടവരല്ലേ അല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ചെറുപ്പത്തിൽ പല ആഗ്രഹങ്ങളുമുണ്ട്. ഒന്നും സാധിക്കാൻ പറ്റാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നത്. അങ്ങനെ ആഗ്രഹിച്ചിട്ട് പിന്നീട് നമ്മൾ ആഗ്രഹിച്ച സാധനം, നമ്മൾ അന്ന് ആഗ്രഹിച്ച ചിലപ്പോൾ ഒരു മുട്ടായിക്കായിരിക്കും, നമുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണ്, സ്വന്തമാക്കിയത്? എനിക്ക് സത്യം പറഞ്ഞാൽ കയറി കിടക്കാൻ ഒരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും ചെറുതായിട്ടുള്ളൊരു ഫ്ലാറ്റുണ്ട്, പിന്നെ ഒരു വീട് മേടിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടുകളെല്ലാം നമുക്കിപ്പോൾ ഏറ്റവും നല്ല നമ്മൾ വെക്കാൻ പോവുകയാണ്. അതിനുള്ള എല്ലാം നമുക്കിപ്പോൾ ഇന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ കയറി എന്നൊരു ഭർത്താവിനെ ഞാൻ എൻ്റെ സ്വപ്നമായിരുന്നു. എൻ്റെ മക്കളെ സ്വന്തമായിട്ട് കരുതി സ്നേഹിക്കുന്ന ഒരാൾ. അത് ഞാൻ അവരുടെ മാതാപിതാക്കളോടുകൂടെ നന്ദി പറയുന്ന ഈ സമയത്ത്. എങ്ങനെയാണ് ബോബനെ കണ്ടുമുട്ടുന്നത്? അത് കഥയാണ്. അത് നമ്മൾ നോട്ടുമാറിലുണ്ടായില്ലേ, മോദി നോട്ടുമാറിയില്ലേ, ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ യൂണിയൻ ബാങ്കിൽ വെച്ച്, എറണാകുളം യൂണിയൻ ബാങ്കിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ കാണുന്നത്. അപ്പം നോട്ട് മാറുന്ന അന്നവിടെ ഒരാൾക്ക് 1 ലക്ഷം രൂപ വരെ മാറിക്കൊടുക്കുന്ന സമയത്ത്, അപ്പം എൻ്റെ കയ്യിലൊന്ന് 4000 രൂപയുള്ളൂ. ഞാൻ മാറാൻ നിന്നപ്പോൾ പുള്ളിയോടെ നോട്ട് മാറാനുണ്ടായിരുന്നു, ആ ക്യൂവിൽ ഉണ്ട്. അപ്പോൾ പുള്ളിയോട് എനിക്ക് ഇംഗ്ലീഷ് അതിനകത്തുള്ള ഒരു ഫോം തരും, അത് പൂരിപ്പിക്കാൻ അറിയാത്തതിന് പുള്ളിയുടെ ഞാൻ കൊണ്ടുവന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ നോക്കി അങ്ങോട്ട് പൂരിപ്പിക്കുക. ഞാൻ പറഞ്ഞു, സാറ് ഒന്ന് ഇത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ജാട. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒന്നും മൈൻഡൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് എൻ്റെ ഈ 4000 ഉള്ളൂ, പുള്ളിയുടെ കാശ് ഇഷ്ടമായിട്ട് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഒരാൾക്ക് 1 ലക്ഷത്തിനുള്ളിൽ മാറത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് നിങ്ങളുടെ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചു. നമ്മുടെ എൻ്റെ 4000 രൂപയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ്, ഞാൻ 96,000 അങ്ങോട്ട് തരാം, 1 ലക്ഷമായിട്ട് മാറത്തുണ്ട്. ഉടനെ ഞാൻ ഫോം മേടിച്ച് പുള്ളി എനിക്ക് പൂരിപ്പിച്ചു തന്നു. അതുവരെ പുള്ളി അനങ്ങില്ല, പുള്ളിക്ക് അത് മാറേണ്ടത് കൊണ്ട് പുള്ളി ഉടനെ എൻ്റെ അടുത്ത് നിന്ന് ആ ഫോം മേടിച്ച് പൂരിപ്പിച്ച് 1 ലക്ഷമായിട്ട് അവിടെ നിന്ന് മാറിയെടുത്തിട്ട് അങ്ങനെ പുള്ളി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി വല്ലോ ഞാൻ പറഞ്ഞു, എൻ്റെ ഇനി പൈസ ഇല്ല, നാളെ വരാം, കുറച്ചുകൂടെ മാറാനാന്ന് പറഞ്ഞ്. അങ്ങനെ അപ്പം ഞാൻ നാളെ സത്യം അപ്പോൾ രാവിലെ മോദിനെ തള്ളി പറഞ്ഞു. പക്ഷെ ഇതില് മോദിക്ക് നമ്മൾ അതെ എനിക്ക് കമന്റ് എപ്പോഴും വരുമ്പോൾ മോദിയുടെ ഒരു പുണ്യൊന്നും, മോദിയുടെ പുണ്യം പറയും. അല്ല ശരിയാണ്, മോദി ഇല്ലാതെ പിറ്റേ ദിവസം പോയി. പിറ്റേ ദിവസം അപ്പൊ പുള്ളി നമ്മുടെ പൈസ ഒന്നും ഇല്ല മാറാൻ. ഇല്ല മാറാം. അപ്പൊ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു, അപ്പൊ ഇത് മാറിക്കഴിഞ്ഞ പുള്ളി എനിക്കൊരു ഫോൺ നമ്പർ കൊടുത്തോ? പുള്ളി എനിക്കൊരു 20,000 രൂപ തന്ന്. എനിക്ക് ലോൺ
ലോട്ടറി അടിച്ചോളക്ക് ഒന്നുമില്ല. ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് എൻ്റെ സാറേ എനിക്ക് എൻ്റെ തന്നെയാണെന്ന് പറഞ്ഞു. ആ എടുത്തോ എന്ന് പറഞ്ഞു. നാളെയും പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് ഞാൻ വന്ന് പിറ്റേന്ന് പുള്ളി ആ ബാങ്കിൽ തന്നെ ആ ബാങ്കിൽ തന്നെ വന്ന് 10 മണിയാകുമ്പോൾ വരും, എനിക്ക് കുറച്ച് പൈസ മാറാൻ എനിക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഞാൻ ചെന്നു. അതെ സത്യം പറയല്ല, അങ്ങനെ ചെന്നാണ്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പിന്നെ പുള്ളി ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ തുടങ്ങി. വാട്സപ്പ് ഒന്നും എനിക്ക് അന്ന് ഉപയോഗിക്കാൻ അറിയത്തില്ല. പുള്ളി തന്നെ ഒരു ഫോൺ മേടിച്ചോണ്ട് തന്നു. അത് പുള്ളി എന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പുള്ളി ഒരു ഫോൺ മേടിച്ചു തന്നു. ഇല്ല പുള്ളി അപ്പൊ കുറച്ച് പൈസയൊക്കെ മണിയായിട്ട് പുള്ളിയുടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി അതെല്ലാം എന്നെ കൊണ്ട് മാറിപ്പിച്ചു. പുള്ളി ഞാനും കൂടെ തന്നെ മാറി. എന്നിട്ട് പുള്ളിക്ക് അപ്പം പുള്ളി വൈകുന്നേരം എന്നോട് എല്ലാ വിവരങ്ങളും തിരക്കി. അപ്പം ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുകയും പുള്ളിയും അപ്പം പറഞ്ഞ് ഞാനും ഇങ്ങനെ നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ സിംഗിൾ പേര് അങ്ങനെയാണ് ഡബിൾ ആയത് അല്ലേ. എന്നിട്ട് അങ്ങനെ പുള്ളി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പുള്ളി തുറന്ന് പറയും എനിക്ക് ചുറ്റിക്കറങ്ങാനും പ്രേമിക്കാനും ഇഷ്ടമില്ല, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ വിളിച്ച് സെറ്റായി. എത്ര നാളുകൊണ്ട് കല്യാണം നടന്നു? ഒരു 2 മാസം. ഒത്തിരി പ്രണയിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇല്ല രണ്ട് മാസമൊക്കെ. അപ്പം കല്യാണം കഴിച്ചപ്പോൾ തന്നെ കൊണ്ടു. കുട്ടികളുടെ അടുത്ത് എങ്ങനെ അവതരിപ്പിച്ചത്? കുട്ടികളുടെ അടുത്ത് എൻ്റെ ഇളയമോൾ എപ്പോഴും പറയും അമ്മയെ സ്നേഹിക്കുന്ന ഒരാളെ അമ്മയ്ക്ക്, ഞങ്ങളെ മക്കളായിട്ട് കരുതുന്ന ഒരാളെ അമ്മയ്ക്ക് കിട്ടുവാണെങ്കിൽ അമ്മ നോക്കണം എന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരൻ മെസ്സേജ് വിടുന്നതിന് അപ്പോൾ എനിക്ക് പുള്ളി കട്ട ഇംഗ്ലീഷാണ് വിടുന്നത്. അപ്പം ഞാൻ പറയും അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തില്ല. സർക്കാർ സ്കൂളിലാണ്. അപ്പോൾ ഞാൻ പറയും മോളെ എടീ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പുള്ളി സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പം നമ്മൾ വൈകുന്നേരം ഇപ്പോൾ ഓട്ടോയിലൊക്കെ പുള്ളിക്കാരൻ അപ്പോൾ 6 മണി കഴിഞ്ഞാൽ വീട്ടിൽ പുറത്തിറങ്ങലെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്വഭാവം. അമ്മ ഇങ്ങനെ നല്ല കെയർ ചെയ്യുന്നൊരു മനുഷ്യൻ, അമ്മയുടെ സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. സ്നേഹം ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ പുള്ളി വീട്ടിലെത്തിയോ? വീട്ടിലെത്തി. അപ്പോൾ ഇപ്പം നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെയാണ് പുള്ളി ഈ സമയത്ത് പുറത്തോ എന്നൊക്കെ വെച്ചാൽ അപ്പം പുള്ളി കെയർ ചെയ്യുന്നതൊക്കെ ഒരു സംസാരം. അപ്പം അമ്മ പറയും അമ്മ പുള്ളിക്കാരൻ അമ്മയോട് നല്ല സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു. പിള്ളേർക്കൊരു ഇഷ്ടം വന്നു. കട്ട ഇംഗ്ലീഷ് ആയതുകൊണ്ട് പിള്ളേർ അല്ലെങ്കിൽ പിള്ളേരെ അറിയിക്കാതെ നമ്മൾ ചാറ്റ് ചെയ്തോണ്ടിരുന്നേ. കട്ട ഇംഗ്ലീഷ് അർത്ഥം കിട്ടണമല്ലോ, കുട്ടികളെ ഏൽപ്പിച്ച്. അല്ല ഇങ്ങനെ ഒരു മക്കളെയും കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം, മക്കള് സപ്പോർട്ട് ചെയ്യുന്ന ഭാഗ്യം, അത് വലിയ ഭാഗ്യവതിയാണ് കേട്ടോ. അതെല്ലാം അത് നേരത്തെ പറഞ്ഞ നമ്മൾ ആരോ ചെയ്തു വെച്ച ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെയുള്ള യാത്രയാണ് നിങ്ങൾ അല്ലേ. അതാണ് ഈ സിംഗിൾ എന്നുള്ള ഒരു പേര് വരാൻ കാരണം അല്ലേ? ശരിക്കും പേരെങ്ങനെയാണ്? സിംഗിൾ അല്ല എനിക്ക് അത് സിംഗിൾ തന്നെ പേര്. പക്ഷെ ഇതിപ്പോ ഈ 2 കഥാപാത്രം വയ്ക്കുമ്പോൾ രണ്ടും സിംഗിൾ. നേരത്തെ പറഞ്ഞല്ലോ ഞാനും സിംഗിൾ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഡബിൾ ആയി എന്നുള്ള പറഞ്ഞപ്പോ ആ ശരിക്കുള്ള പേരാണ് സിംഗിൾ. അത് യാഥാർത്ഥ്യമായി അല്ലേ? അതെ, അറിഞ്ഞിട്ട പേരാണ്. അതെ ഒറ്റപ്പെട്ടു. അതെ ആ പേരിട്ടത് തന്നെ അങ്ങനെയല്ല. എൻ്റെ അപ്പൂപ്പൻ എന്നെ സ്കൂളിൽ കൊണ്ട്, എൻ്റെ അമ്മയുടെ ഒരു ചേച്ചിയുടെ മോള് വീട്ടിൽ ഞാൻ ജനിച്ച് എൻ്റെ അമ്മയുടെ വീട്ടിൽ കുഞ്ഞായിരുന്നപ്പോൾ ഇവർ തിങ്കൾ എന്ന് വിളിക്കുമായിരുന്നു. അങ്ങനെ തിങ്കളെന്നിടാണ് സ്കൂളിൽ കൊണ്ടുചെന്ന് സിംഗിൾ എന്ന്. അപ്പൊ അപ്പൂപ്പൻ തിങ്കൾ എന്നുള്ള അപ്പൂപ്പൻ സിംഗിൾ എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെ അപ്പൂപ്പൻ തിങ്കളെന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു വേണ്ട ഇവൾക്ക് സിംഗിൾ എന്ന് തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ഇട്ടത് ഈ പേര്. പക്ഷെ ഞാൻ എയർപോർട്ടിൽ ചെന്നാലും ബാങ്കിൽ ചെന്നാലും എവിടെ ചെന്നാലും ഈ സിംഗിൾ എന്ന് വിളിക്കും. സിംഗിളാ പെട്ടെന്ന് പിന്നെ അവർ നമ്മളെ നോക്കും. സിംഗിൾ റിയൽ എന്ന് ചോദിക്കും. ഞാൻ റിയൽ നെയിം സിംഗിളാന്ന് പറയുമ്പോൾ ഒരു സംശയം പോലെ. അത് ഞാൻ അവിടുത്തെ യൂട്യൂബിൽ സിംഗിൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു പേര് ചാനലിന് പേര് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഇത് യഥാർത്ഥ പേരാണല്ലേ? യഥാർത്ഥ പേര്. സ്കൂൾ സർട്ടിഫിക്കറ്റിലും എല്ലാത്തിലും സിംഗിൾ. വിദ്യാഭ്യാസം എവിടം വരെ പോയി? 10ാം ക്ലാസ്. അത് പറയേണ്ട കാര്യം ചമ്മന്റെ കാര്യമല്ലോ. പക്ഷെ 10ാം ക്ലാസ് വരെ പോയ ആളാണ് ഇത്രയും എത്തിയിരിക്കുന്നത്. അത് നമ്മുടെ ഒരു കഠിനാധ്വാനമാണല്ലോ അല്ലേ? അതിന് മാറ്റമൊന്നുമില്ലല്ലോ. 10ാം ക്ലാസ്സുകാരിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ബാക്കിൽ നിൽക്കാതെ ഇടിച്ച് മുന്നോട്ട് കയറി വരാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഒത്തിരി പഠിച്ചവര് ഞാൻ നോക്കുന്നു ഒരുപാട് ഡിഗ്രി PG ഒക്കെ എടുത്ത് ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരെ പോലെയല്ല ഞാൻ ഇടിച്ച് കയറാൻ നോക്കും. അല്ല 10ാം ക്ലാസ്സും മോഡിയും രണ്ടും ഗുണം ചെയ്തു. ഒന്ന് മോഡി നോട്ട് മാറാൻ പോയപ്പോൾ ഭവനെ കാണാൻ പറ്റി. കട്ട ഇംഗ്ലീഷ് എഴുതിയോണ്ട് മക്കളുടെ അടുത്ത് തുറന്ന് പറയാൻ പറ്റി. അല്ലെങ്കിൽ ആലോചിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും മക്കള്, അങ്ങനെ ചിന്തിക്കാം. അപ്പം 10ാം ക്ലാസ്സും ഗുണം ചെയ്തു, മോദിയും ഗുണം ചെയ്തു. 2 ഗുണമാണ് അതിനകത്ത്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഉണ്ടായത്. ഞാൻ നേരത്തെ ചോദിച്ച വീടാണ് ആഗ്രഹിച്ചെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സാധാരണ എന്താ ചെയ്യുന്നത്? സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സത്യം പറയട്ടെ ഭഗവത്ഗീതയൊക്കെ എടുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നോക്കും. കുറച്ച് നാമമൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു മനസ്സിനൊരു ദൈവം കൂടെയുണ്ട്, ഇത് ഈ സമയം കടന്നു പോകും എന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നോക്കും. ഭയങ്കര വിശ്വാസിയാണല്ലേ? ഗുരുവായൂരപ്പനാ.
ഞാൻ ഇന്നൊരു വീഡിയോ ശ്രദ്ധിച്ചു. ബൈബിളിൽ ഒരു കീർത്തനമാണ് പറഞ്ഞത്. ആ ബൈബിളിലെ കീർത്തനം കൃത്യമായിട്ട് പറയുന്ന ഞാൻ ശ്രദ്ധിച്ചു. അത് അള്ളാഹുവിൻ്റെ അടുത്തും പ്രാർത്ഥിക്കാം, അതേ വചനം തന്നെ ഈശ്വരൻ്റെ അടുത്ത്. ഞാൻ പറയുകയാണ്, എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു എങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം തുടങ്ങാൻ പറയും. അതുപോലെ എൻ്റെ യോഗവും ക്ഷേമവും കർത്താവ് വഹിക്കുന്നു, എൻ്റെ യോഗവും ക്ഷേമവും മാതാവ് വഹിക്കുന്നു, എൻ്റെ യോഗവും ക്ഷേമവും അള്ളാഹു വഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? ഞാൻ പറയുന്ന ഇതാണ്, മതം നമുക്കൊരു വിഷയമല്ല. സ്നേഹം ഉണ്ടെങ്കിൽ 3 മതത്തിൽ അവനവൻ ജനിച്ച മതത്തിൽ തന്നെ നിന്നുകൊണ്ട് അറിയാവുന്ന കാര്യം ചെയ്താൽ പോരെ. ഈശ്വരനെല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ അള്ളാഹുവിനെയും കൃഷ്ണനെയും യേശുവിനെയും ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ പൂർവ്വീര് പറഞ്ഞു തന്നതിൽ നിന്നേ അറിയത്തുള്ളൂ. ഈ മതഗ്രന്ഥങ്ങളിൽ നിന്ന് നല്ലത് മാത്രം എടുക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. എനിക്കെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ഈസി ഭഗവാൻ കൃഷ്ണനെ വിളിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി അള്ളാഹുവിനെ വിളിക്കുന്നതാണ്. ഞാൻ പറയും, മുസ്ലിംസിനോട് പറയുന്നുണ്ട് 5 നേരം നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറയും. പോസിറ്റീവ് വൈബ്. അത് പ്രസംഗം ഞാൻ കേട്ടിരുന്നു. അല്ല, 3 മതസ്ഥരും ഉണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഇപ്പം അസ്സരി എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, ഗുരുവായൂർ ക്ഷേത്രം ഭരണാധികാരി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഫാദറിനെയും വിളിച്ചിരുന്നു, ക്രിസ്ത്യൻ. പുള്ളിക്കാരനൊരു മരിപ്പുണ്ടോണ്ട് വരാൻ പറ്റിയില്ല, മരിപ്പുണ്ടായതുകൊണ്ട്. അപ്പോൾ എല്ലാം എനിക്കല്ല, നിങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങൾ. അല്ലാതെ ജാതി മതമൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നത്. നമ്മൾ ബാല്യകാലം മുതലേ മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് ഒരുമിച്ച് ജനിച്ചു വളർന്നത്. എനിക്കെല്ലാവരും വേണം. സ്കൂളിൽ പഠിക്കുമ്പം ഒരു മാറ്റി നിർത്തൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അധ്യാപകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവരെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇല്ല 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 ഇല്ല. എന്തിനാണ് മാറ്റി നിർത്തിയത്? ഒരു എനിക്ക് തോന്നുന്നു പണ്ടത്തെ അധ്യാപകരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പാഷ്വാലിറ്റി ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും. ഇപ്പോഴത്തെ പോലെ അല്ല. ഇന്നിപ്പോൾ പാഷ്വാലിറ്റി ഒന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഒന്നുമില്ലാത്ത പിള്ളേരോട് എന്നും ഒരു പാഷ്വാലിറ്റി പണ്ടത്തെ അധ്യാപകർക്കുണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഉള്ളവരോട് പ്രത്യേക സ്നേഹം, ഇല്ലാത്തവരോട്. പിന്നെ പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന പിള്ളേരെ മുന്നോട്ട് കൊണ്ടുവരാൻ അന്നത്തെ അധ്യാപകർ ശ്രമിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എൻ്റെയൊക്കെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു. എനിക്ക് വീട്ടിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്ന് വരാത്തത് കൊണ്ട് എനിക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ ഒരു അധ്യാപകരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ കയറിപ്പോയേനെ. നമുക്കൊരു കെയർ തരുന്നില്ല. ഇല്ല. ഈ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ സാഹചര്യം പട്ടിണി കിടക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല. അതായത് ഒറ്റപ്പെടലാണ് മെയിനായിട്ടും. എന്തിനാണ് ഒറ്റപ്പെടുന്നത്? അത് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നത്. അതായത് എന്നെ ഒരു 3 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മയും പിരിഞ്ഞു പോയായിരുന്നു. അമ്മ വേറെ കല്യാണം കഴിച്ച്, അച്ഛനും വേറെ കല്യാണം കഴിച്ചു. പിന്നെ ഞാൻ അമ്മ വീട്ടിലായിപ്പോയി. അപ്പോൾ അങ്ങനെ പിന്നെ അമ്മയുടെ അനിയത്തിമാരൊക്കെ ഉള്ളവർ കെട്ടി കല്യാണം കഴിച്ച് ഓരോരുത്തർ പോയി. പിന്നെ ഉള്ളത് ഒരു അമ്മാവനാണ് കുടുംബത്തുള്ളത്. 2 അമ്മാവന്മാരിൽ ഒരാൾ കുടുംബത്തുള്ളത്. പുള്ളിയും ഭാര്യയും മക്കളുമായിട്ട് താമസിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും നിന്നത്. അപ്പം പിന്നെ അമ്മ ഇങ്ങനെ സ്നേഹിച്ചൊരാളോട് ഇറങ്ങിയാണ് പോയത്. 2ാമത് സെക്കൻഡ് മാരേജ് ചെയ്ത് പോയായിരുന്നു. അപ്പോൾ അതോടുകൂടി വീട്ടുകാർക്ക് എന്നോടും കൂടെ എല്ലാവരും, അമ്മ വീട്ടിൽ ഇച്ചിരി സാമ്പത്തിക സ്ഥിതിയൊക്കെ നല്ലൊരു കുടുംബക്കാരായിട്ടൊരാൾക്കാർ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോയതിനോടൊരു വെറുപ്പായിരുന്നു. അപ്പോൾ അമ്മയെ വർഷങ്ങളോളം ആ വീട്ടിൽ കയറ്റത്തുമില്ലായിരുന്നു. അപ്പോൾ എന്നോട് ആ ഒരു ദേഷ്യം, അമ്മയോടുള്ള ദേഷ്യം എന്നോട് കാണിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദേഷ്യമായിരുന്നു. ആ ദേഷ്യമാണ് ഏറ്റവും കൂടുതൽ. നമ്മളൊന്ന് വീണ് കിടക്കും, കൈ പിടിച്ചു ഉയർത്തി, ബോവനെ മാറ്റി നിർത്തും. കൈ പിടിച്ചു ഉയർത്തി എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ പേര് ആരെ പറയാൻ പറ്റും? എൻ്റെ ഒരു ഉറ്റ ചങ്ങാതിയുണ്ട്, അച്ചിമി എന്ന് പറയുന്ന ജാസ്മിൻ, മുസ്ലിം കൂട്ടുകാരിയാണ്. എൻ്റെ ബാല്യകാല സുഹൃത്താണ് അവൾ. എനിക്കൊരു താങ്ങും തണലായിരുന്നു. ഇന്നും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏറ്റവും അറ്റത്തില്ലുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന ഒരു മുഖം അവളെ ഓർക്കത്തുള്ളൂ. ഞാൻ ഓർക്കാം, എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇനി എനിക്ക് പിള്ളേരല്ലേ ആദ്യം ഓർക്കുന്നത് അച്ചിമിയുടെ മുഖം. അതാ ചെറുതിലേ മുതൽ കിട്ടിയതുകൊണ്ടായിരിക്കും, മനസ്സിൽ പതിഞ്ഞു പോയതുകൊണ്ടായിരിക്കും. ശരിക്കും സ്ഥലം ആലപ്പുഴ ചുങ്കമ്പള്ളാത്തുരുത്തി എന്ന് പറയും. ഇപ്പം താമസം എടപ്പള്ളി എടപ്പള്ളിയിലാണ് താമസം. സുഖമായുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. ഇനി നമുക്ക് ഇനിയും പലതും ആകണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഒരാൾക്ക്. എനിക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇനി എന്താകണമെന്ന് ആഗ്രഹം? ഇപ്പം മോട്ടിവേഷനൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് പോകുന്നു. ഇനിയും നമ്മുടെ ഒരു ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. എനിക്ക് സ്വന്തമായൊരു നല്ലൊരു ബിസിനസ് സ്ഥാപനം ഇടണമെന്നുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ നല്ല സ്ത്രീകൾക്കൊക്കെ ഒരുപാട് വേക്കൻസിയൊക്കെ കൊടുക്കുന്ന, നിരാലംബരായിട്ടുള്ളവരായിട്ട് വിധവകളായിട്ടുള്ളവരോ അങ്ങനെ ഒരു ആശ്രയം ഇല്ലാത്തവർക്കൊക്കെ ഇച്ചിരി വിദ്യാഭ്യാസം ഉള്ളവർക്കായിട്ടുള്ള ജോലിയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഒരു ബിസിനസ് ചെയ്യണം ആഗ്രഹം, സ്വന്തം കാലിൽ നിൽക്കണം. എങ്കിൽ തന്നെയും ആർക്കെങ്കിലും ഒരു തൊഴിലൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. ഡെയിലി കണ്ടന്റ് ഉണ്ടല്ലോ അല്ലേ? തെറ്റില്ലാതെ വരുമാനമുണ്ട്. ബോബന് വല്ല ഷെയറും കൊടുക്കണം അതിനകത്ത്? ഇല്ല. ബോബനും നോക്കത്ത് പോലും ബോബനും വന്ന് ഇടയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ, വീഡിയോയിൽ നിൽക്കുന്നുണ്ടല്ലോ. ഷെയർ ഒന്നും കൊടുക്കണ്ട. അത് നേരെ നമ്മുടെ ചോദിച്ചു, അത് നേരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്യുന്നത്.
ഈ കുട്ടികളിപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം വേറെ ആണല്ലോ. കുട്ടികളെല്ലാം അനുഭവിച്ചു വന്നാണ് അല്ലേ, ദാരിദ്ര്യം അനുഭവിച്ചു വന്നാണ്. ഇപ്പം കുട്ടികൾ വേറെ രീതിക്ക് ചെയ്യും. ഇപ്പോൾ കുട്ടികൾ എന്താണ് പറയുന്നത്? കുട്ടികളിപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് ശരിക്കും. അമ്മ ഇങ്ങനെയൊന്നും ആവുമെന്ന് അവർ ഇപ്പോൾ അവർ അമ്മ നേരത്തെ ഇതറിയുന്ന പോലെ കൊറോണയ്ക്ക് തുടങ്ങിച്ചേനെ അമ്മ ഇത്ര നല്ല പോലെ ഇത്ര ജനം സ്നേഹിക്കുമെന്ന് ഒരിക്കലും ഓർത്തില്ല. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് തന്നെ. ഈ കമൻറ്റുകളൊക്കെ ഇരുന്ന് വായിക്കാറുണ്ടോ? എല്ലാം വായിക്കും ഞാൻ. മറുപടി കൊടുക്കാറുണ്ടോ? മറുപടി കൊടുക്കും. എല്ലാം ഒന്ന് നോക്കിക്കും. എല്ലാത്തിലും ഞാൻ ലവെങ്കിലും കൊടുത്തിരിക്കും. എത്ര തിരക്കാണേലും ഞാൻ നോക്കും. ഏതെങ്കിലും കമൻറ്റ് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ച ഒരു കമൻറ്റ് ഓർക്കുകയാണെങ്കിൽ ഏത് ഓർക്കും? ഒരു കമൻറ്റ് ഓർക്കും. ഒത്തിരി കമൻറ്റ് ഉണ്ട് എങ്കിലും നമുക്ക് തുടങ്ങിയ സമയത്തും കൂടെ ഒരു കമൻറ്റ് ഉണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിച്ച ഒരു കമൻറ്റ് ഏതായിരിക്കും? അത് ഗുരുവായൂരപ്പനെ പറ്റി പറയാൻ നിങ്ങൾ ആരാണ്, ഗുരുവായൂരപ്പ കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്നത് നിങ്ങൾ ആരാണ്, ഞങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഗ്രൂപ്പിലുള്ളവരാണെന്ന് ഒരു സ്ത്രീ ഒരു പ്രാവശ്യം ഒരു കമൻറ്റ് ഇട്ട്. അതെനിക്ക് വരെ ഞാൻ എല്ലാം നല്ലതിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും പിന്നെ എന്താ അങ്ങനെ പറഞ്ഞിട്ട് അല്ലാതെ എന്നെ വേദനിപ്പിക്കുന്ന കമൻറ്റുകളൊന്നും വന്നിട്ടില്ല. അത് മാത്രം ഇങ്ങനെ ചെറിയൊരു എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്ത്, അല്ലാതെ എനിക്ക് വേദനിപ്പിക്കുന്ന ഒരു കമൻറ്റ് പോലും അങ്ങനെ വന്നിട്ടില്ല. അപ്പം പിന്നെ ബോബൻ പെങ്കോന്തനാണ് ഇവൻ ഇങ്ങനെ പെണ്ണുങ്ങളെ ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന എല്ലാം അങ്ങനെയല്ല. ഒരു ബോബനിപ്പോൾ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന സ്ത്രീയെ ബഹുമാനിക്കുന്നുണ്ടാണെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഞാൻ ഇത്രയും വിഷമങ്ങളൊക്കെ അനുഭവിച്ച് വന്നതുകൊണ്ട് എനിക്ക് എത്രയ്ക്ക് സപ്പോർട്ട് തരാം എന്നോർത്തിട്ടാണ് ബോബൻ എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബോബൻ എൻ്റെ കൂടെ എല്ലാം സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ബോബൻ പെങ്കോന്തനാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരാറുണ്ട്. അതൊന്നും ഇപ്പോഴില്ല. ഇപ്പൊ അതൊക്കെ മാറിയല്ലോ. തുടങ്ങിയ സമയത്താണ് ഇപ്പൊ ഒറ്റ കമന്റ് പോലും എനിക്ക് മോശം. അപ്പം അടുത്തിട്ട് ഇനി വേണ്ട എന്ന് തോന്നിയോ? ഇല്ല, ഒരു കമൻ്റൊക്കെ ആദ്യം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് രാത്രി കിടന്ന ഉറക്കമില്ല. ബോബൻ പറയും നീ സാരമില്ലടി, എത്രയും പേർക്ക് ഓരോരുത്തർക്ക് കമൻറ്റ് ഇങ്ങനെ കിട്ടുന്നത്. എന്നിട്ട് ഞാൻ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ഓരോരുത്തർ ഇടുമല്ലോ, ആ വീഡിയോകൾ സെർച്ച് ചെയ്ത് പോയി കണ്ടിട്ട് അവരെല്ലാം കമൻറ്റ് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ഒരു കമൻറ്റ് വീണാൽ ഞാൻ ഈ വിഷമിക്കുന്നത് പോട്ടമില്ലെന്ന് ഞാൻ അങ്ങനെ അയ്യോ ചിലരുടെ അപ്പം ഞാൻ ഓർക്കും ദൈവമേ ചില കമൻറ്റ് കണ്ടാലേ ഉറക്കം വരത്തില്ല. അങ്ങനത്തെ പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം പിന്നെ ഇപ്പം ഞാൻ അങ്ങനത്തെ ഒന്നും ശ്രദ്ധിക്കാറേ ഇല്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന യാത്രയാണോ വായനയാണോ? സത്യം പറഞ്ഞ വായനാശീലമൊന്നും അങ്ങനെ ഇല്ല. യാത്ര ഇഷ്ടം. എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോൾ? അങ്ങനെ ദൂരെ എന്ന് പറയാം. അപ്പോൾ പഞ്ചാബിലൊക്കെ പോയിട്ടുണ്ട്. ഡൽഹി, പഞ്ചാബ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ദുബായ്, ബോബൻ്റെ കൂടെ സൗദി ദുബായിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ മിക്ക സ്ഥലത്തുമൊക്കെ പിന്നെ ഗുരുവായൂരമ്പലം, മൂകാംബിക, തിരുപ്പതി അങ്ങനെയുള്ള സ്ഥലം. ഈ പുസ്തക പ്രകാശനത്തിൽ നവ്യ തന്നെ വേണമെന്ന് ആഗ്രഹിച്ച ഞാൻ പ്രസംഗത്തിൽ കേട്ടു, നവ്യ തന്നെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്താണ്? അതെന്താ പറയുക, കൃഷ്ണഭക്തി എന്ന് പറഞ്ഞ സാധനമേ ഈ നന്ദന സിനിമ കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ ഭക്തി എന്നൊരു അനുഭവം ഉണ്ടായത്. അതിനു മുമ്പ് പോകുന്ന വഴിക്ക് പോട്ടെ, ദൈവമൊന്നും ഇല്ലെന്നുള്ളൊരു ജീവിതമായിരുന്നു. ഞാൻ ഇത്ര ദുഃഖിച്ചിട്ട് ഒരു ഈശ്വരനെ കാണുന്നില്ല എൻ്റെ മൈൻഡിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എൻ്റെ ജീവിതവുമായിട്ട് കറക്റ്റായിട്ട് ഒരു സാമ്യമുള്ളൊരു കഥാപാത്രമാണ് നവ്യ. അതിൽ നവ്യയുടെ കഥാപാത്രം അതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാനാണ് നവ്യ എന്ന് തോന്നുന്ന വിധത്തിൽ എനിക്ക് തോന്നുന്നത്. ഞാൻ 5 വട്ടമെങ്കിലും സിനിമ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എനിക്കപ്പോൾ നവ്യയോടൊരു ഇഷ്ടം, പക്ഷെ ഒരിക്കൽ പോലും നവ്യ ആ ഇഷ്ടം ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. നവ്യയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനൊരു സംഭവം നവ്യ തന്നെ വന്ന് ചെയ്യുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. എനിക്ക് നവ്യയുടെ എന്നോട് ഒരു അടുത്ത ആൾ എനിക്ക് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞ് എനിക്ക് നവ്യയുടെ നമ്പർ ഒന്ന് കിട്ടിയേക്കോളായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ നമ്പർ ഒന്ന് പെട്ടെന്ന് വിളിച്ചപ്പോൾ കിട്ടുകയും ഇങ്ങനെ ഒരു കോർത്തിണക്കിണക്ക് പെട്ടെന്ന് വരാം എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ തന്നെ അയ്യടാന്ന് പെട്ടെന്നാണ് ആ കാര്യങ്ങൾ അങ്ങനെ നടന്നത്. അത് ഗുരുവായൂരപ്പൻ്റെ ഒരു ലീലയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിൽ ഇഷ്ടപ്പെട്ട പോലെ ഭഗവാൻ ജീവിതം ക്രമീകരിച്ച് തരുന്നുണ്ട്. നല്ല ജീവിത പങ്കാളി തന്ന്, നല്ല മക്കളെ തന്ന്, നല്ല മരുമക്കളെ തന്ന്, നല്ല ഇങ്ങനൊരു മീഡിയയിൽ വന്ന് നല്ല രീതിയിൽ ഇരിക്കാനുള്ള, ജനം സ്നേഹിക്കുന്ന രീതിയിൽ ഇരിക്കാൻ പറ്റി. എല്ലാം ഒരു കുടുംബത്തിന് ഒരു സ്ത്രീക്ക് എപ്പോഴും പുരുഷൻ്റെ സപ്പോർട്ട് കിട്ടണമെന്ന് ഫെമിനിസം ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു പെണ്ണിന് എപ്പോഴും കറക്റ്റായിട്ട് ശോഭിച്ച് സമാധാനമുള്ള ഒരു സ്ത്രീയായിട്ട് കുടുംബത്ത് ശോഭിക്കണമെങ്കിൽ ഒരു പുരുഷൻ്റെ സ്നേഹപൂർവ്വമായുള്ള സപ്പോർട്ട് കിട്ടണം. തിരിച്ചുകൊണ്ടല്ലോ ഇപ്പം നമ്മളൊരു പുരുഷൻ എന്ന് പറയുന്ന ഒരു ഭർത്താവ് എന്നല്ല, അവർ രാവിലെ ജോലിക്ക് പോകും അല്ലേ, ജോലിക്ക് പോകും, തിരിച്ചു വരുമ്പോൾ അതേ സ്നേഹത്തിൽ നിൽക്കേണ്ട ഉറപ്പായിട്ടും ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലിക്ക് പോകണമെങ്കിൽ രണ്ടുപേരും ഈക്വലായിട്ട് ജോലി ചെയ്യണമെന്ന് പറയാം. പക്ഷേ പുരുഷൻ ഒറ്റയ്ക്ക് പോയി ജോലി ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ വീട്ടിലൊരു വിളക്കായി തന്നെ ഭർത്താവ് വരുന്നേ കാത്തിരിക്കുന്ന, എനിക്കങ്ങനെ, അതിനിപ്പോൾ എതിരായുള്ള സ്ത്രീകളുണ്ടായിരിക്കും, പക്ഷേ എനിക്കങ്ങനത്തെ ഇല്ല. ഒരാൾ ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കാത്തിരിക്കുന്ന കുട്ടികളെ നോക്കി നമ്മുടെ കുടുംബത്ത് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ത്രീയായി വിളങ്ങണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അങ്ങനത്തെ കുടുംബങ്ങളെ ഉയർന്നിട്ടുള്ളൂ. അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീവാദം പറഞ്ഞാൽ ആ കുടുംബമൊക്കെ താഴ്ത്തോട്ട് പോകത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മളൊന്ന് ചെറുതായിട്ട് നമ്മുടെ ചുറ്റും നോക്ക്.
എവിടെയോ അങ്ങനെ ഒരു വീട്ടമ്മയുള്ള വീട്ടിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെ ആയിട്ട് സ്ഥിരമായി നിന്നിട്ടുള്ളൂ. അതെ അതെ അതെ, ആണല്ലേ? തീർച്ചയായിട്ടും അതെ. അല്ല, പിന്നെ രണ്ടുപേരും തമ്മിൽ ഒരേപോലെ നിന്നെങ്കിൽ മാത്രമേ കുടുംബം കറക്റ്റായിട്ട് പോകത്തുള്ളൂ. അതാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത് എല്ലാവരും. പുതിയ തലമുറയ്ക്ക് കല്യാണം കഴിക്കേണ്ട, ഇപ്പം ഞാനൊരു മാരേജ് ബ്യൂറോ നടത്തുന്നുണ്ട്, കല്യാണം കഴിക്കേണ്ട ഒരുപാട് പേരെ ഞാനായിട്ട് പറയുന്നുണ്ട്. റിസ്ക് എടുക്കാൻ കഴിയില്ല അവർക്ക്. ഇത് ഒരു റിസ്ക്കാണ്, ഇതൊരു സുഖമുള്ള റിസ്ക്കാണ്. എപ്പോഴാണ് ഒരു 40, 45, 50 വയസ്സ് കഴിയുമ്പോൾ മക്കളും ഭർത്താവും നമ്മളെ കാത്തിരിക്കാൻ ആളുകളെല്ലാം കാണും, അല്ലേ? മക്കൾ, നമുക്കൊരു അസുഖം വന്നാൽ പോലും നമ്മൾക്കൊന്ന് കാണാൻ പോലും ആരെങ്കിലും വരണ്ടേ? നമ്മുടെ കൂടെ ഒന്നിരിക്കാൻ ആരെങ്കിലും, മക്കൾ, ഭർത്താവ്, അല്ല ആരെങ്കിലും ബന്ധുക്കളൊക്കെ കാണാം. അതേസമയം നമ്മൾ കല്യാണം കഴിക്കാതെ നിന്നാൽ ആരും കാണത്തില്ല, ഒറ്റപ്പെട്ടു പോകും. നമ്മൾ കൂടെയുള്ള സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം കെട്ടി പോയി കഴിയുമ്പോൾ അവസാന കാലം ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകും. അപ്പോൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ ആ ഒറ്റപ്പെടുത്തലെന്ന് പറയുന്ന ഒരു ഏകാന്തത, അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഞാനതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് കല്യാണം കഴിക്കണമെന്നേ പറയത്തുള്ളൂ. കല്യാണം കഴിക്കാതെ ജീവിക്കാം, സാമ്പത്തികം ഉണ്ടെങ്കിൽ മതിയെന്ന് പറയാം. വെറുതെ സാമ്പത്തികത്തിന് ചില സമയത്ത് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കിട്ടേണ്ട ഒരു തലോടലിന് ഈ പണത്തിന് തരാൻ പറ്റത്തില്ല. നമ്മളത് ചേർത്ത് വെച്ചിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഈ പണത്തിന് പറ്റത്തില്ല. അതൊരു കൂടെയുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ. ചേർത്ത് നിർത്താൻ ആളുണ്ടെങ്കിൽ ഇപ്പൊ ആണാണേലും ആണുങ്ങളോട് ഞാൻ പറഞ്ഞത്, സ്ത്രീയെ ലക്ഷ്മിയായിട്ട് തന്നെ കരുതണം. നമ്മുടെ ഭാര്യയെ, അമ്മയെ ബഹുമാനിക്കുന്നവൻ തീർച്ചയായിട്ടും ഭാര്യയെ ബഹുമാനിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സ്ത്രീയെ ബഹുമാനിക്കാൻ സ്ത്രീകൾ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. സ്ത്രീയെ സ്ത്രീയെ മഹാലക്ഷ്മിയായിട്ട് കരുതണമെന്ന് തന്നെ പറയും ഞാൻ. സ്ത്രീയുടെ കണ്ണീര് വീഴിക്കരുത്. അങ്ങനെ വീഴുന്ന ഭവനങ്ങൾ മുടിഞ്ഞേ പോകത്തുള്ളൂ. അല്ലാത്തടത്ത് സമ്പൽ സമൃദ്ധി, സമാധാനവും ഐശ്വര്യവും ആ സന്താനങ്ങളെല്ലാം നല്ല ഉയർച്ചയിലും എത്തും. അതേസമയം അവരെ കണ്ണീരിൽ ആഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭവനങ്ങൾക്ക് ഇടിവേ വരത്തുള്ളൂ. ഉറപ്പായിട്ട് നോക്കിക്കോ, നോക്കിക്കോ. അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് നോക്ക്. ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കാണും. അവർ കഞ്ചാവും കള്ളും ഒന്നും അടിച്ച് നടക്കത്തില്ല. അനാവശ്യമായ സ്ത്രീപീഡന കേസിലും അവിടെ എവിടെയൊന്നും ചെന്ന് പെടത്തില്ല. അനാവശ്യം ഒരു പെണ്ണിനെ കമൻറ്റ് പോലും അടിക്കത്തില്ല. നല്ല മാതാവിൻ്റെ വയറ്റിൽ ജനിച്ചൊരു പുരുഷൻ അനാവശ്യമായ ഒരു സ്ത്രീയെ മോശം കാഴ്ചപ്പാടോടെ നോക്കത്തില്ല. വളർത്തുഗുണം വലുതാണ് എന്ന് ഞാൻ എൻ്റെ ഇതിൽ ഞാൻ കാഴ്ചപ്പാട്, ഞാൻ എൻ്റെ അനുഭവം വെച്ച് മറ്റുള്ളവരുടെ കുടുംബങ്ങളിലേക്ക് നോക്കും. ഇപ്പോൾ കള്ള് കുടിച്ച് വെള്ളം കുടിച്ച് ഇടിയും പരവാസോലിയും നടത്തുന്ന ഒരുത്തൻ്റെ മക്കളാണെങ്കിൽ അവനും സമൂഹത്തിന് ദ്രോഹവും ചെയ്യത്തുള്ളൂ. അതേസമയം മാതൃകയായിട്ട് ജീവിക്കുന്നവൻ്റെ മക്കൾ എപ്പോഴും നല്ലതേ ചെയ്യത്തുള്ളൂ. അതാണ് ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാം മഹാലക്ഷ്മികളെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. ചക്കരകളെ എൻ്റെ മഹാലക്ഷ്മികളെ മഹാലക്ഷ്മികളെ എന്ന് പറയാം. ഇപ്പോൾ ചിലർ പറയും ചക്കരകളെന്ന്. പക്ഷേ ചക്കരയെന്ന് പറയുന്ന വാക്ക് ചിലർക്ക് പുച്ഛമായിരിക്കും. പക്ഷേ ചക്കരയെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നത്, എൻ്റെ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണത്. ആ ചക്കര വിളിയിൽ ഞാൻ ബഹുമാനവും സ്നേഹവും ഉൾപ്പെടുത്തി വിളിക്കുന്നതാണ്. ഞാൻ ആ ചക്കര വിളിയൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ ചക്കര എനിക്ക് കിട്ടാത്ത അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിലും സങ്കടങ്ങളിലും ഒറ്റപ്പെടലിലൂടെ വന്നതുകൊണ്ട് എനിക്ക് സ്ത്രീകൾ അങ്ങനെ അനുഭവിക്കുന്ന കാണുമ്പോൾ എനിക്ക് വരെ വിഷമമുണ്ട്. സ്ത്രീകളോട് പറയുന്നത് പുരുഷനെ ഉപേക്ഷിക്കാനല്ല, പുരുഷനെ സേവ് ചെയ്ത് നമ്മളൊരു കുടുംബം കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. സ്ത്രീയും പുരുഷനും ഒരേപോലെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ അലിയനോട് ചോദിച്ച കണക്ക് പുരുഷനും അതുപോലെ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ കാണണം. നമ്മുടെ ഭർത്താവും മക്കളും കുടുംബം. നമ്മുടെ ചെറുപ്രായത്തിൽ നമുക്ക് തോന്നും ഈ ലോകമെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് താന്തോന്നിയായിട്ട് നടക്കാം. പക്ഷെ വെറുതെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കുടുംബം നഷ്ടപ്പെട്ടവൻ ലോകത്ത് എന്ത് നേടിയിട്ടും കാര്യമില്ല. ആണല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് ചെന്ന് കയറാൻ ഒരു കുടുംബം ഉണ്ടായിരിക്കണം. അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാകണം, അല്ലെ ഭർത്താവ് ഉണ്ടാകണം, മക്കളുണ്ടാകണം. അതിനോളം വലുതൊന്നുമില്ല ലോകത്ത്, അല്ലേ? എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ പറയും എനിക്ക് വിദ്യാഭ്യാസമില്ലല്ല, വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, അനുഭവ സമ്പത്തിൻ്റെ വിദ്യാഭ്യാസമുള്ള സുഖമാണെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. എത്ര പേപ്പറുകൾ കണ്ണീര് വീണ് പോയിട്ടുണ്ടാവും? ഇങ്ങോട്ട് പോരെ, ഞാൻ നോക്കിക്കോളാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറയാൻ എത്ര പെണ്ണുങ്ങൾക്ക് പറ്റുന്നു? ദൈവം ഇല്ലാന്ന് വിശ്വസിച്ച കാലം ഉണ്ടായിരുന്നു. ദൈവം ഇല്ലെന്ന് വിശ്വസിച്ച കാലമുണ്ട്. ദൈവം വേറെ പണിയൊന്നും ഇല്ലെന്ന് പറയായിരുന്നു ഞാൻ. ആവശ്യമില്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കല്ലോ. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. ദൈവം തന്നെ നമ്മോട് ചുമ്മാ ഉണ്ടാക്കി വെക്കല്ലേ. അപ്പോൾ ഞാനൊരു ആദ്യ രാത്രി ഒളിഞ്ഞു നോട്ടം ബാല്യകാലത്തിൽ ഇട്ട് എൻ്റെ പോന്റെ നോട്ട് മാറിയ ദൈവമേ ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം, മാസോണം സീസൺ 2.